Dear friends, I am your friend Jagriti. For more informative videos, please subscribe to my channel and don't forget to like and share this link with others. ആർത്തവ സമയത്തെ അമിത സ്രാവം കാരണം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്വയം ദുർബലരാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. പല സ്ത്രീകളും അവരുടെ ആർത്തവ ചക്രത്തിൽ അഭിമുഖീകരിക്കുന്ന ഒരു സാധാരണ പ്രശ്നമാണ് അമിത സ്രാവം. ചില സ്ത്രീകളിൽ സ്രാവം തീർത്തും സാധാരണമായിരിക്കും, എന്നാൽ മറ്റു ചിലരിൽ ഇത് അമിത അളവിലുള്ളതും ബലഹീനതയ്ക്കും അസ്വസ്ഥതയ്ക്കും കാരണമാകുന്നതുമായിരിക്കും. ഇത് ഒരു ഗുരുതര ആരോഗ്യ പ്രശ്നമാണ്, അവഗണിക്കരുത്. ഇത്തരത്തിൽ സംഭവിക്കുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. ശരീരത്തിന്റെ സ്വാഭാവിക ഹോർമോണുകളിലെ മാറ്റങ്ങൾ ഗർഭാശയ പാളിയെ കട്ടിയുള്ളതാക്കുകയും അത് അമിത സ്രാവത്തിന് കാരണമാവുകയും ചെയ്യും. ഫൈബ്രോയിഡുകൾ അഥവാ പോളിപ്സ് എന്നറിയപ്പെടുന്ന ഗർഭാശയത്തിനുള്ളിലെ ചെറിയ മുഴകളും അമിത സ്രാവത്തിന് കാരണമാകും. തൈറോയിഡ് പ്രശ്നങ്ങൾ, സമ്മർദ്ദം, അമിതഭാരം അല്ലെങ്കിൽ ചില മരുന്നുകൾ എന്നിവയും അമിത സ്രാവത്തിലേക്ക് നയിച്ചേക്കാം. ഇത്തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ സ്വയം പരിപാലനം സുപ്രധാനമാണ്. ചില ലളിതമായ നുറുങ്ങുകൾ ഇതാ: വൃത്തിയായി സൂക്ഷിക്കുന്നതിനും അണുബാധ ഒഴിവാക്കുന്നതിനും പാടുകളോ തുണികളോ പതിവായി ഓരോ 4 കുറയ്ക്കുക. 6 മണിക്കൂറിലും മാറ്റുക. വൃത്തിയാക്കാൻ ചെറുചൂടുള്ള വെള്ളം ഉപയോഗിക്കുക, പക്ഷേ സ്ട്രോങ് സോപ്പുകൾ ഒഴിവാക്കുക, അവ അസ്വസ്ഥതയുണ്ടാക്കിയേക്കാം. ഈർപ്പരഹിതവും സുഖപ്രദവുമായിരിക്കുവാൻ അയഞ്ഞ കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കുക. രക്തം നഷ്ടമാവുന്നത് പരിഹരിക്കാൻ ഇരുമ്പ് അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുക. ചീര, ഉലുവ, വെളുത്തുള്ളി, മുള്ളങ്കി, പപ്പായ, ആപ്പിൾ, മാതളനാരങ്ങ, മുന്തിരി എന്നിവ നല്ല ഭക്ഷണങ്ങളുടെ കൂടെ ഉൾപ്പെടുന്നു. കൂടാതെ ധാരാളം വെള്ളം കുടിക്കുക. സ്രാവം വളരെ കൂടുതലാണെങ്കിലോ നിരവധി ദിവസം നീണ്ടു നിൽക്കുകയോ ചെയ്യുന്ന പക്ഷം അത് അവഗണിക്കരുത്. ഒരു ഡോക്ടറെ സന്ദർശിച്ച് പരിശോധന നടത്തുക. നിങ്ങളുടെ ആരോഗ്യം പ്രധാനമാണ്. നേരത്തെയുള്ള പരിചരണം വഴി ഗുരുതര പ്രശ്നങ്ങൾ തടയാൻ കഴിയും.